ഡോക്ടർ ശശി തരൂർ എന്തായാലും എന്തെങ്കിലുമൊക്കെ വിപ്ലവം ഉണ്ടാക്കും. അത് കോൺഗ്രസ്സിനെ എന്തായാലും തച്ചുടയ്ക്കാനൊന്നും സാധിക്കത്തില്ല. അവസാനം അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു സ്ഥിതിയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അല്ല, ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കളി കൊണ്ടൊന്നും അവിടെ നിന്ന് പുറത്താക്കില്ലെന്ന് ഇപ്പോൾ ശശി തരൂരിന് മനസ്സിലായി. ശശി തരൂരിന് ഒന്നുകിൽ പുറത്തേക്ക് പോകണം, ഇപ്പം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറുമല്ല. അപ്പം പിന്നെ പുറത്തേക്ക് പോകേണ്ട വഴി പിന്നെ പ്രകോപിപ്പിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. തോമസ് ഗ്രേയുടെ കവിതയൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്, പിന്നെ ഉയർത്തി കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ കവിതകളൊക്കെയാണ് വരുന്നത്. ബീയിങ് വൈസ് ഈസ് എ മിസ്റ്റേക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധി ഉണ്ടാകുക ഒരു കുറ്റമാണോ, അപരാധമാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ്. അജ്ഞത അനുഗ്രഹമായി മാറണം ഈ പാർട്ടിയിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ. അതൊന്നും പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെ തോമസ് ഗ്രേ പറഞ്ഞ കവിതയിലെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ഇതൊക്കെ കോൺഗ്രസ്സുകാരെ കളിയാക്കുകയാണ്. കാരണം കോയനടിക്കുകയാണെന്ന് പറയാം. അതെ അതെ അതെ. കാരണം പറഞ്ഞാലും പോരാ, അന്ന് ആ ലേഖനം വന്നതിന്റെ പിന്നാലെ പറഞ്ഞത് അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയ ലേഖനമാണ്, അത് വായിച്ചത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള രീതിയിലാണ് പരിഹസിച്ചത്. ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ജേർണലിസ്റ്റ് തന്നെയാണ് പറഞ്ഞത്, ഈ ശശി തരൂരിന്റെ ഭാഷ വായിക്കുന്നത് തന്നെ തല പെരുക്കുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ്സുകാർക്കും പൊതുജനത്തിനും. അപ്പൊ അതിനകത്ത് ചില അന്തർലീനമായ കാര്യങ്ങളും കൂടെ ഈ ഉള്ളിലെ കുത്തുകൾ കൂടെ വരുമ്പോൾ ഭയങ്കരമാണ്, പിടികിട്ടാതാവും. അപ്പോൾ ശശി തരൂർ ഉന്നയിക്കുന്നത് അതാണ്, ഞാനിങ്ങനെ ഒരു വിശ്വപൗരനായത് അപാകതയാണോ, ബീയിങ് വൈസ് ഈസ് എ മിസ്റ്റേക്ക് എന്നാണോ ഉദ്ദേശിക്കുന്നത്? തോമസ് ഗ്രേ പറഞ്ഞത് ശരിയാകുകയാണോ? അജ്ഞത അബദ്ധമാണോ? അല്ല, അജ്ഞത അനുഗ്രഹമാണോ? അറിവ് അബദ്ധമാണോ എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചപ്പം നേരിട്ടൊരു ഉത്തരം അദ്ദേഹത്തിന് കിട്ടിയില്ല. എൻ്റെ റോൾ എന്താണ്, അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഈ പാർട്ടിയിൽ എൻ്റെ റോൾ എന്താണ്? കാരണം ഇനിയും വലിയ റോളില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഏറ്റവും വലിയ റോള് വരാനിരിക്കുന്നത് ഈ കാലാവധി പൂർത്തിയാക്കുക, ആ സമയത്ത് ഇപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് മുതലാക്കി മാന്യമായിട്ട് പോവുക എന്നുള്ളതാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വലിയ തോതിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് തൃപ്തനുമല്ല. ഇനി വീണ്ടും പാർലമെൻറ്റിലേക്കൊക്കെ പോകുന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന് വലിയ മടിയാണ്. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരണം, കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തരൂർ ഒരു നിർണായക രാഷ്ട്രീയക്കാരനായ രാഷ്ട്രീയത്തിലൊരു പുതിയ അധ്യായമായും ഒരു രാഷ്ട്രീയ തലയെടുപ്പുള്ള ആളായിട്ട് ഒരു ചരിത്രം കുറിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒക്കെ തരൂർ പറയുന്ന സ്ഥിതിക്ക് തരൂരിനെ അവിടെ നിന്ന് അങ്ങ് കോൺഗ്രസ്സുകാർ പുറത്താക്കും എന്ന് തോന്നുന്നു. ഇല്ല, എണ്ണിച്ചുട്ടപ്പം പോലെ 99-100 ഒക്കെ അല്ലേ അവിടെ ഉള്ളൂ. അതിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് പുറത്താക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ പുറത്താക്കിയാൽ ഇതിനേക്കാൾ വലിയ വിലയാവും എന്നുള്ളത് അവർക്ക് നല്ലപോലെ ബോധ്യമാണ്. ഇനി അതിൽ തരൂരിനെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് കരുതുന്നു വിചാരിക്കുക. അങ്ങനെയാണ് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുമോ? അങ്ങനെ തക്കതായ ഇപ്പൊ കൊടുത്തത് തന്നെ അബദ്ധമായെന്ന് പറഞ്ഞാൽ, കാരണം തരൂരിന് വിവരമുണ്ട്. തരൂരിന് അത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. തരൂർ വേറെ ചില്ലറ സാധനങ്ങൾ കൊണ്ടൊന്നും ഒതുങ്ങുന്ന ലക്ഷണമില്ല. തരൂരിന് ഒന്നുകിൽ ദേശീയ തലത്തിൽ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു പദവി അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ അത് ഡെപ്യൂട്ടി ലീഡറോ അങ്ങനെയൊക്കെയുള്ള രാജ്യസഭയിലോ ഒക്കെയുള്ള ലോക്സഭയിലൊക്കെയുള്ള സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കിട്ടാൻ വലിയ ചാൻസും ഇല്ല. ലീഡറാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ലീഡർ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ലീഡർ കിട്ടാൻ വഴിയില്ല. പ്രതിപക്ഷ ഉപനേതാവ് ആകാമെന്ന് വെച്ചാൽ അതിനും രക്ഷയില്ല, അതെല്ലാം ഫില്ലായി പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് വേണം? ഒരു നല്ല പദവി അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ കിട്ടുകയാണെങ്കിൽ എന്താണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇനിയിപ്പം കോൺഗ്രസ് നിന്നിട്ട് കഥയില്ല, ഒന്നുകിൽ BJP പോകണം. പിന്നെ തൻ്റെ തട്ടകമായ കേരളമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കുറച്ച് നാൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു പാർലമെൻറ്റും ദേശീയ രാഷ്ട്രീയമൊക്കെ മടുത്തു. കാരണം കോൺഗ്രസിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു കളിക്ക് അടുത്ത ഒരു 10 വർഷത്തേക്കൊന്നും ഒരു സ്കോപ്പ് ഉള്ളതായിട്ട് ശശി തരൂർ കാണുന്നില്ല. ശശി തരൂർ എന്നല്ല, രാഷ്ട്രീയ നിരീക്ഷകർ പലരും കാണുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഒരു ഉന്നതി ഉണ്ടായിട്ട് അവിടെ ഒരു വലിയ സ്ഥാനം ശശി തരൂരിന് അലങ്കരിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഉദ്ദേശമില്ല. കേന്ദ്രമന്ത്രിയായിട്ട് പോലും അദ്ദേഹത്തിന് ഇനി ഒരു സ്ഥാനം കോൺഗ്രസ് വഴി കിട്ടാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ പിന്നെ എന്താ വഴി? തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങുക, ഉപമുഖ്യമന്ത്രിയെങ്കിലും ആയാൽ അതല്ലേ നല്ലത് എന്നുള്ളതാണ്.
അപ്പോൾ കോൺഗ്രസ് കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അതാ പറയുന്നത്. നിഷ്പക്ഷമായ നിരവധി സർവേകൾ കേരളത്തിൽ നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഉത്തമ ലീഡറായിട്ട് എൻ്റെ പേര് എപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ. അതുകൊണ്ടാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത് കുറ്റമാണോ എന്നൊക്കെ അദ്ദേഹത്തിന്, ഇഗ്നോറൻസ് എന്ന് പറയുന്നതാണോ നല്ലത്. പക്ഷേ അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പോൾ BJP-യിലേക്കോ CPM-ലേക്കോ തരൂർ പോകും എന്നൊക്കെ? നമ്മൾ ഏറെക്കാലത്തിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ. രണ്ടിടത്തും ശശി തരൂരിന് ഒരു സ്പേസ് ഉണ്ട്. BJP-യിൽ വലിയ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും MP ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിനൊക്കെ, സഹമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ഉള്ള സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിക്കൂടായില്ല. പക്ഷേ കേരളത്തിൽ LDF-ന് ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ്. LDF കാണിക്കുന്നത് കൊണ്ടൊന്നും കേരളത്തിൽ 2026 ജയിച്ചു പോകാമെന്ന് അവർക്ക് തന്നെ വിശ്വാസമില്ല. ആ ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇത്രയുമൊക്കെ പ്രകമ്പനങ്ങളുണ്ടാക്കുന്ന പ്രസ്താവനകളും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോരിച്ചൊരിയലുണ്ടാവും 1.5 crore എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ പോലും അതൊന്നും പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അത്ര വലിയ തട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും പല കാര്യങ്ങളിൽ പലതും വരാനുണ്ട്. അതൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുണ്ട്. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആവശ്യമാണ്. അത് കോൺഗ്രസിൽ നിന്നൊരു അടർത്തിയെടുക്കലുണ്ടായാൽ ഒന്നുകിൽ തരൂർ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തരൂർ കുറച്ച് പേരെ കൂട്ടി വന്നാൽ എങ്ങനെയെന്നുള്ളതാണ് LDF-ൻ്റെ ചിന്ത. ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ഗോവിന്ദമാഷ് തന്നെ പറഞ്ഞല്ലോ, ഇന്നൊരു ഗോവിന്ദമാഷിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നതെല്ലാം ശരിയല്ലേ, ഞങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയല്ലേ ഞങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു, ഞങ്ങൾ ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ അദ്ദേഹം നല്ല കാര്യങ്ങളല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരിച്ചും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം പ്രശംസിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒത്തുചേരുന്നതിൻ്റെ കൂട്ടുചേരുന്നതിൻ്റെയൊക്കെ ആദ്യ കണികകളാണ്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ നടന്നാൽ തരൂരിൻ്റെയും ചില ആഗ്രഹങ്ങൾ സാധിക്കും. ഈ തരൂര് ഡൽഹിയിൽ പോയി സോണിയയോ അല്ലെങ്കിൽ രാഹുലിനെയൊക്കെ കണ്ടത് ഏത് തരത്തിൽ കാര്യങ്ങളൊന്നും ഏശിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മുമ്പോട്ട് ചില ഡിമാൻഡ്സ് വെച്ചിട്ടുണ്ടാകാം. അല്ല, അദ്ദേഹം വെച്ച ഡിമാൻഡ് പറഞ്ഞു കേൾക്കുന്ന ഡിമാൻഡുകൾ ഒന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും NSU-ൻ്റെയും ഒക്കെയുള്ള ചുമതലകൾ, വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്കതിനെയൊക്കെ നിയന്ത്രിക്കാനും നയിക്കാനും ഒക്കെയുള്ള ചുമതലകളാണ് ചോദിച്ചത്. അത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തതാണ്. അത് പാർട്ടിയിലെ ഉയർന്നു വരുന്ന തലമുറയുടെ ആളായിട്ട് എനിക്ക് നിൽക്കാൻ കഴിയും, അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുക. അപ്പോൾ വലിയൊരു പദവിയാണത്. അത് ഭാവിയിലേക്ക് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം അത് ചോദിച്ചത്. അപ്പോൾ അറിഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നമുക്കിപ്പോൾ അതിലൊന്നും കയറി ഇടപെടണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ തന്ന ജോലികൾ ഭംഗിയായി ചെയ്യുക, പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നതൊന്നും ചെയ്യാതിരിക്കുക എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഉപദേശമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള പിന്നാമ്പുറ പറച്ചിൽ. ഒരു അനുനയത്തിനായിരിക്കുമോ രാഹുൽ ഗാന്ധി അങ്ങോട്ട് വിളിപ്പിച്ചത്? അനുനയത്തിനാണ്. അനുനയം എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിൽ മീഡിയ അറ്റൻഷനുള്ള ഒരാൾ പുറത്തു പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമാണ്, ഒട്ടും ഗുണകരമല്ല. പിന്നെ അദ്ദേഹം പെട്ടെന്ന് പുറത്തു പോവുകയില്ല, അദ്ദേഹത്തിന് സമയം ഇഷ്ടപ്പെടുണ്ടേ. 26 എന്ന് പറഞ്ഞാൽ ഇനി ഒരു വർഷം കിടക്കുകയല്ലേ. അപ്പം വെടികൾ ഇനിയെങ്കിലും നിരന്തരം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പം അറിയാതെ ഈ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കും. അതൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഇലക്ഷൻ നിന്ന രീതി കണ്ടില്ലേ, ആദ്യം ഇലക്ഷൻ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വന്നിട്ടില്ല, ഉറപ്പ് കൊടുക്കില്ല. കുറേ ദിവസം വരുമോ വരില്ലേ എന്ന് പറഞ്ഞുള്ള കളിയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രതലത്തിലും പിന്നെ മീഡിയ തലത്തിലുമൊക്കെ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പറയും ഞാൻ നിൽക്കും. അപ്പോൾ പിന്നെ അതായി നിന്നാൽ ഈ വോട്ട് കിട്ടുമോ കിട്ടില്ല, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും ആരൊക്കെ സപ്പോർട്ട് ചെയ്യില്ല, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്മാറുകയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിട്ട് കുറേ ദിവസം അതങ്ങ് പോകും, കുറേ മാസങ്ങൾ. അപ്പോൾ ഇതുപോലെ പിന്നെ അവസാനം ഇലക്ഷൻ നിൽക്കുന്നു, അതിൽ വോട്ട് കിട്ടുന്നു, നിർണായകമായി വരുന്നു. അപ്പോൾ ഇനി എന്തെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ കഥയ്ക്കുള്ള തിരക്കഥയ്ക്കൊക്കെ ഉള്ള ചാൻസ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കഥയ്ക്കും തിരക്കഥയ്ക്കുമുള്ള ചാൻസാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്.
അത് ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ഒരു സൂത്രം കൂടെയാണ്. അപ്പോഴും കോൺഗ്രസിൽ തന്നെ തുടർന്നുകൊണ്ടായിരിക്കും നീക്കം എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മിനിങ്ങാന്ന് ഒരു ഒത്തുതീർപ്പ് പോലെ എല്ലാം സംസാരിച്ചിരുന്നിട്ട് ഇനി ഇത്തരമൊന്നും ഉണ്ടാകാതെ പോട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ വന്നിട്ട് അടുത്ത വെടി പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നിപ്പം വലിയ വെടിയാ പൊട്ടിച്ചിരിക്കുന്നത്. LDF വഴി നോക്കുന്നു. ഞാൻ എൻ്റെ വഴി നോക്കും എന്ന് പറയുന്നതിന് മുമ്പായിട്ട് പറഞ്ഞതെന്നറിയാമോ, ഒരു 3-ാം ഊഴം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യം ഉണ്ടെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നല്ല നേതാക്കളില്ല, ഘടകകക്ഷികളൊക്കെ അതൃപ്തരാണ്. അല്ലേ, എണ്ണിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് ഭരണം നമുക്ക് കിട്ടുമെന്നൊന്നും അങ്ങനെ സ്വപ്നം കാണണ്ട. നല്ല നേതൃത്വം ഉണ്ടെങ്കിലേ ഭരണം കിട്ടുള്ളൂ. ജനങ്ങൾ കോൺഗ്രസിനകത്ത് ആരും ഇത്രയും ശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ വഴി നോക്കും എന്നുള്ളത്. അല്ല, കോൺഗ്രസിൽ അങ്ങനെ പലർക്കും ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ ധൈര്യമില്ല. ശശി തരൂരിന് അങ്ങനെ ഒരു ധൈര്യമുണ്ട്. ശശി തരൂരിനെ BJPയും ആവശ്യമാണെങ്കിൽ എടുക്കും. അങ്ങനെ എടുത്താൽ പല പ്രയോജനമുണ്ടല്ലോ. ഇപ്പം അന്തർദേശീയ തലത്തിൽ തന്നെ BJPക്ക് ഉപയോഗിക്കാൻ ഒരുപാട് ആവശ്യങ്ങൾ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുണ്ട്. അപ്പോൾ BJP വേണമെങ്കിലും എടുക്കാം. കേരളത്തിലാണെങ്കിൽ യുവാക്കളെയൊക്കെ ഇങ്ങനെ ഒന്ന് ഉണർത്താൻ ഇപ്പോൾ ശശി തരൂർ പറയുന്നത്, ഞാൻ കേരളത്തിൻ്റെ ഒരു പാക്കേജ് തന്നെ എനിക്ക് തരാൻ കഴിയുമെന്നാണ്. കേരളത്തെ ഇളക്കി മറിക്കുന്ന വികസനത്തിനുള്ള സംഗതികൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെ LDFന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ LDFിലേക്ക് ഇദ്ദേഹം വന്നാൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടിൽ. ഒന്ന്, കോൺഗ്രസിനെതിരെ കൂടുതൽ യുദ്ധം ചെയ്യേണ്ട, ആ ജോലി ശശി തരൂരിന് ചെയ്തോളൂ. പിന്നെ പാർട്ടി അടുത്തതിന് എന്ത് ചെയ്യാൻ പോകണു, ഇന്നുവരെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളും അധികം പറയേണ്ട, അതും ശശി തരൂർ പറഞ്ഞോളൂ. അപ്പം LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫായിട്ട്, എന്നാൽ ഇതിനെയൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് അതങ്ങനെയല്ലേ പറഞ്ഞു, ഇതിങ്ങനെയല്ലേ പറഞ്ഞു, അപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് പറയുന്നു, പിന്നെ ജനങ്ങൾക്ക് ഇത് ബോധ്യമായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് 26-ലെ ഇലക്ഷനിലേക്ക് മുന്നോട്ട് നീങ്ങാൻ വേണമെങ്കിൽ 25-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂരിനെ കൊണ്ടെത്തിച്ചുകൊണ്ട് പലതും ചെയ്യാൻ LDFന് കഴിയും. അപ്പോൾ ആ വഴികൾ LDFും ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് ഗോവിന്ദൻ മാഷിൻ്റെ കാലേകൂട്ടിയുള്ള ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.